ഹായ് മക്കളെ, ക്വാണ്ടം മെക്കാനിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ്. നിങ്ങളുടെ റാങ്ക് മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സെഷനാണ്. ഒരുപാട് കുട്ടികൾ ക്വാണ്ടം മെക്കാനിക്സ് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് തീരെ പഠിക്കാതെ പോകുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ സിലബസിൽ കൊടുത്തിരിക്കുന്ന പോയിൻറ്റ്സ് കൃത്യമായിട്ട് ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ HSAയുടെ സിലബസിലുള്ളത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു 35ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സുമായി റിലേറ്റഡ് ആയിട്ട് ചെയ്തു നോക്കും. വളരെ സിമ്പിളായിട്ട് ഈ സെഷൻ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു കോൺഫിഡൻസ് വരും. ക്വാണ്ടം മെക്കാനിക്സ് ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ആൻഡ് അഗെയിൻ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് നമ്മൾ +2 പഠിച്ചിട്ടുള്ള ക്വാണ്ടം നമ്പേഴ്സ് ഏതൊക്കെയാണ്? യെസ്, പ്രിൻസിപ്പിൾ, അസിമുത്തൽ, മാഗ്നറ്റിക്, ഇവരെ പറ്റിയൊന്നും ഞാൻ ഒരുപാട് ഇവിടെ സംസാരിക്കുന്നില്ല. നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് UG ലെവലിലായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ഈ സെഷനെ നോക്കിക്കാണാം. ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി വേറൊരു കാര്യമുള്ളത്, നമ്മുടെ HSSTയുടെ ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറൈറ്റ്, 10 മൊഡ്യൂളാണ് നമുക്കുള്ളത്. ഒരുപാട് സമയമെടുക്കും പ്രിപ്പയർ ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മൾ വളരെ ഏർലി തന്നെ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. കൃത്യമായിട്ട് നമ്മുടെ ഓരോ മൊഡ്യൂളിനെയും നമ്മൾ ചാപ്റ്റർ വൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. കൃത്യമായിട്ട് നിങ്ങൾക്ക് കൺസെപ്ച്വൽ നോളജ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ ടെസ്റ്റ്, അതിൻ്റെ ഡിസ്കഷൻസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെസ്റ്റും അതിൻ്റെ ഡിസ്കഷനും, അതേപോലെ തന്നെ നിങ്ങൾക്ക് റിവിഷൻ ടെസ്റ്റ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. HSST ആണ്, ഒരുപാട് കൺസെപ്ച്വൽ നോളജ് നമുക്ക് ആവശ്യമുണ്ട്. MSc ലെവലിലുള്ളതാണ്, കുറച്ച് ടഫാണ്. എന്നാലും അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട ഒരു എക്സാമാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പാർട്ട് 2ഉം ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ, പാർട്ട് 2ഉം നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ പറയുന്നുള്ളൂ മക്കളെ. വളരെ സിമ്പിളായിട്ട് ഈ സെഷനൊക്കെ പോകുന്നത് പോലെ തന്നെ ഇത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക്കൊക്കെ നമ്മൾ വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അതിൻ്റെ ടെസ്റ്റും ഡിസ്കഷനും ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വർഷം HSSTയുടെ എക്സാം വരുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യുന്ന ആ ഒരു പൊസിഷനിലേക്ക് നമുക്ക് വരണം. പക്ഷേ അതിനെന്താണ്, സമയം ആവശ്യമാണ്. കാരണം MSc ലെവൽ സിലബസ് 1-2 മാസം കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത്രയും മൊഡ്യൂളുണ്ട്, 10 മൊഡ്യൂളുണ്ട്. അതേപോലെ തന്നെ പാർട്ട് 2 ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, കോൺടാക്ട് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നിങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നത് നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. വളരെ സിമ്പിളായിട്ട് എല്ലാ കോൺസെപ്റ്റും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരും. എൻ്റെ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾ ഫെമിലിയർ ആണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആരെങ്കിലും ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ലെക്ചേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്തോളൂ. വെർത്തായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് HSST ടീച്ചർ എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ നമ്മുടെ സെഷനിലേക്ക് തിരിച്ചു വരാം. ആദ്യത്തെ കാര്യം, ഐഗൺ ഫങ്ഷൻസ് ആൻഡ് ഐഗൺ വാല്യൂസ്. എന്താ ചോദിച്ചിരിക്കുന്നത്? ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒരു ഓപ്പറേറ്ററിനെ നമ്മൾ A hat എന്നൊക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും അല്ലേ? ഒരു ഫംഗ്ഷനിൽ പ്രവർത്തിക്കുമ്പോൾ, യെസ്, ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ സൈ, അതേ ഫംഗ്ഷൻ തന്നെ നമുക്ക് തിരിച്ചു കിട്ടുന്നു വിത്ത് എ കോൺസ്റ്റന്റ്. ഈ കോൺസ്റ്റന്റിനെയാണ് മക്കളെ നമ്മൾ എന്ത് വിളിക്കുന്നത്? യെസ്, ഐഗൺ വാല്യൂ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് അല്ലേ? ഒരു കോൺസ്റ്റന്റ് നമുക്ക് കിട്ടുന്നു, അതോടൊപ്പം തന്നെ ഈ ഫംഗ്ഷനും നമുക്ക് തിരിച്ചു കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐഗൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ജനറലി എന്താ ഞാൻ പറഞ്ഞിരിക്കുന്നത്? യെസ്, ഒരു ഓപ്പറേറ്റർ ഉണ്ട്. ആ ഓപ്പറേറ്റർ ഒരു ഫംഗ്ഷനിൽ എന്ത് ചെയ്യുന്നു? ആക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഒരു കോൺസ്റ്റന്റും ആ ഫംഗ്ഷൻ തന്നെ തിരിച്ചു കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഐഗൺ ഇക്വേഷൻ എന്ന് വിളിക്കുന്നു. ഈ ഫംഗ്ഷനെയോ? ഈ ഫംഗ്ഷനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഐഗൺ ഫംഗ്ഷൻ. അപ്പോൾ ഈ ഐഗൺ വാല്യൂവും നമ്മൾ മനസ്സിലാക്കാം. അതിനെ വെച്ചിട്ടും ക്വസ്റ്റ്യൻ ഉണ്ട്. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഗൺ വാല്യൂ എന്നത് എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ, ഇതാ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ HSI = ESI എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ? ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഓപ്പറേറ്റർ ആരാണ്? യെസ്, ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ആണ്. യെസ്, ഐഗൺ ഫംഗ്ഷൻ. ഈ സൈ എന്ന് പറയുന്നത് എന്താണ്? ഐഗൺ ഫംഗ്ഷൻ ആണ്. കാരണം എന്താ? സൈ തിരിച്ചു കിട്ടുന്നുണ്ട് വിത്ത് എ കോൺസ്റ്റന്റ്. ഇതാണ് മക്കളെ നമ്മുടെ എനർജി അല്ലേ? യെസ്, ഐഗൺ വാല്യൂ. ഐഗൺ വാല്യൂ, യെസ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നതും അത് തന്നെയാണ്. ഐഗൺ വാല്യൂ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അപ്പോൾ എനർജിയാണ് അല്ലേ? ഈ എനർജിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, മെഷർ ചെയ്യാൻ പറ്റും. മെഷറബിൾ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ വാല്യൂ ആണ് മക്കളെ നമ്മുടെ യെസ് ഐഗൺ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. വേവ് ആംപ്ലിറ്റ്യൂഡ് ഒന്നുമല്ല. ഓൾറൈറ്റ്, നെക്സ്റ്റ് വൺ, എ ക്യാപ് അല്ലേ? നമ്മുടെ ഓപ്പറേറ്റർ സൈ = A psi എന്ന
തരം സമീകരണത്തിൽ എ എന്താണ്? എ ഒരു കോൺസ്റ്റന്റ് ആണ്. ഈ കോൺസ്റ്റന്റ് നമ്മൾ എന്ത് വിളിക്കുന്നു? യെസ്, ഐഗൺ വാല്യൂ എന്ന് വിളിക്കുന്നു. ഈ ഐഗൺ വാല്യൂ എന്താണ്? മെഷറബിൾ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ വാല്യൂ ആണ്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നമ്മുടെ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ഒക്കെ വെച്ചിട്ടുള്ള കാര്യം ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ അല്ലേ, എച്ച് സൈ ഇസ് ഈക്വൽ ടു ഇ സൈ. ഇതാണ് നമ്മുടെ യെസ് ഐഗൺ വാല്യൂ. ഓൾറൈറ്റ്. അപ്പോൾ നാലാമത്തത് ഐഗൺ ഫങ്ഷൻസ് ക്യാൻ ബി. അപ്പോൾ ഐഗൺ ഫങ്ഷൻസ് റിയൽ ആയിരിക്കും എന്നുള്ളതിൽ ചോദ്യമൊന്നുമില്ല. ഒരൊറ്റ കാര്യമേ ഉള്ളൂ, കോംപ്ലക്സ് ആയിരിക്കുമോ അല്ലയോ എന്നുള്ളതാണ് ഒരൊറ്റ ചോദ്യം അല്ലേ. അപ്പോൾ ഈ ഹൈഡ്രജൻ ആറ്റത്തിലൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ മക്കളെ ആംഗുലാർ പാർട്ടിൽ അല്ലേ, ഈ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ആംഗുലാർ പാർട്ടും റേഡിയൽ പാർട്ടൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം, ചോദ്യങ്ങളുണ്ട്. ഓക്കെ, ഈ ആംഗുലാർ പാർട്ടിലൊക്കെ യെസ് e⁻m⁵ എന്നൊക്കെ പറഞ്ഞിട്ട് കോംപ്ലക്സ് പാർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, യെസ് ഐഗൺ ഫംഗ്ഷനിൽ അങ്ങനെയാകുമ്പോൾ ഇതെന്തായിരിക്കും? റിയൽ മാത്രമായിരിക്കത്തില്ല, കോംപ്ലക്സും ആകാം റിയലും ആകാം. ഓക്കെ, ഐഗൺ ഫംഗ്ഷൻസ് ക്യാൻ ബി കോംപ്ലക്സ് ഓർ റിയൽ. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഹൈഡ്രജൻ ആറ്റത്തിലെ ആംഗുലാർ പാർട്ടിൽ എന്തുണ്ടാവും, e⁻m⁵ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടേംസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഐഗൺ ഫംഗ്ഷൻസ് ക്യാൻ ബി റിയൽ ഓർ കോംപ്ലക്സ് ഇൻ നേച്ചർ. ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. റൈറ്റ്, നെക്സ്റ്റ് വൺ നോക്കിയേ മക്കളെ. താഴെ പറയുന്നതിൽ ഐഗൺ വാല്യൂ ഐഗൺ ഫംഗ്ഷൻ ബന്ധം കാണിക്കുന്നത് ആരാണ്? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ, എ ക്യാപ്പ് ഹാറ്റ് സൈ ഇസ് ഈക്വൽ ടു നമുക്കൊരു കോൺസ്റ്റന്റ് കിട്ടണം, ഈ ഐഗൺ ഫംഗ്ഷൻ എന്ത് ചെയ്യണം, തിരിച്ച് നമുക്ക് കിട്ടുകയും വേണം. അങ്ങനെയുള്ള ആരാ ഉള്ളത്? ഇപ്പം ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ, എച്ച് സൈ ഇസ് ഈക്വൽ ടു ഇ സൈ. എന്താണ് ഈ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ? അതാണ് അടുത്ത ചോദ്യം എന്ന് തോന്നുന്നു. ഹിസ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ, ഇതാണ് നമ്മുടെ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ അല്ലേ, എച്ച് സൈ ഇസ് ഈക്വൽ ടു ഇ സൈ, ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ. അപ്പോൾ ഹാമിൽട്ടോണിയൻ എന്ന് ഞാൻ കുറേ നേരമായി പറയുന്നു അല്ലേ, ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ. അപ്പോൾ എന്താണ് ഈ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ? മക്കളെ, ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ് അല്ലേ. നമ്മൾ ഇങ്ങനെയൊക്കെ പറയും ടി ഹാറ്റ് പ്ലസ് വി ഹാറ്റ് അല്ലേ. യെസ്, ടോട്ടൽ എനർജി, മൊത്തം ഊർജത്തെയാണ് ആര് റെപ്രസെന്റ് ചെയ്യുന്നത്? ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ പ്രതിനിധീകരിക്കുന്നത്. യെസ്, ടോട്ടൽ എനർജി. യെസ്, ദിസ് റെപ്രസെന്റ് വാട്ട്? ടോട്ടൽ എനർജി. ഓക്കെ, കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. യെസ്, ഇതിനെ ടി ഹാറ്റ് എന്നൊക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും, പൊട്ടൻഷ്യലിനെ യെസ് ഇങ്ങനെയും നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഓൾറൈറ്റ്, യെസ്. നെക്സ്റ്റ് മൊമെന്റം ഓപ്പറേറ്റർ. യെസ്, ഓപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. നോക്കിക്കോളെ, മൊമെന്റം ഓപ്പറേറ്റർ തന്നിട്ടുണ്ട്. എന്താണ് അറിയണേ? മൊമെന്റം ഓപ്പറേറ്റർ ഇതൊന്നും ചിലപ്പോൾ തരത്തില്ല, നമുക്കറിയണം. IH ക്രോസ് മൈനസ് IH ക്രോസ് ഡെൽ ബൈ ഡെൽ എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, എക്സുമായിട്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. യെസ്, നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? യെസ്, ഐഗൺ ഫംഗ്ഷൻ e⁻ik⁵ ആണ് അല്ലേ. യെസ്, അപ്പം നമുക്കതൊന്ന് എഴുതി നോക്കാം. മൈനസ് IH ക്രോസ് ഡെൽ ബൈ ഡെൽ എക്സ് ഓഫ് e⁻ik⁵. ഓക്കെ, അപ്പോൾ നോക്കിക്കോളെ, ഈ മൈനസ് IH ക്രോസിനൊന്നും സംഭവിക്കത്തില്ല അല്ലേ, പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു e⁻ik⁵ ആണ്. ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് എങ്ങനെയാ e⁻ax എങ്ങനെയായിരിക്കും എടാ, എ കോൺസ്റ്റന്റ് പുറത്തേക്ക് വരും, e⁻ax എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ ഈ ഒരു റിലേഷൻ ആലോചിച്ച് വെക്കുക, എന്നിട്ട് ഇത് സോൾവ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. യെസ്, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് IH ക്രോസ് ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ, മൈനസ് IH ക്രോസ് ഇവിടെ എന്ത് വരും? അപ്പോൾ യെസ് IK പുറത്തേക്ക് വരും അല്ലേ, ഇൻറ്റു e⁻ik⁵ എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ നിങ്ങൾ നോക്കി I ഇൻറ്റു I സ്ക്വയർ എന്താ? I സ്ക്വയർ ഇസ് ഈക്വൽ ടു -1. അപ്പോൾ ഈ മൈനസും എന്താവും? പ്ലസ് ആവും. ബാക്കി എന്തൊക്കെയാണ് ഉള്ളത്? H ക്രോസ് K ഉണ്ട്, e⁻ik⁵ ഉണ്ട്. ഓക്കെ, ഇത് തന്നെയാണ് നമ്മുടെ വേവ് ഫംഗ്ഷൻ അല്ലേ, e⁻ik⁵. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? H ക്രോസ് K, യെസ്, നമ്മുടെ വേവ് ഫംഗ്ഷനെ സൈ എന്നുള്ള രീതിയിൽ ഞാൻ റെപ്രസെന്റ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐഗൺ വാല്യൂ, ഇതാണ് നമ്മുടെ ഐഗൺ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ എന്ത് വരുവാടാ? ഓക്കെ, H ക്രോസ് K സൈ എന്നുള്ള രീതിയിൽ നമുക്ക് ആൻസർ കിട്ടും. സിമ്പിൾ ആണ്, ഒന്നും ചെയ്തിട്ടില്ല. എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ റിലേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. e⁻ax എന്ന് പറഞ്ഞാൽ a e⁻ax എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ IK. അപ്പോൾ എ ഇവിടെ വന്നു, IK, I ഇൻറ്റു I സ്ക്വയർ -1 ഇൻറ്റു മൈനസ് എന്ത് വരും? പ്ലസ്. അപ്പോൾ H ക്രോസ് K e⁻ik⁵. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സൈ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൈ. അപ്പോൾ ഇത് ഐഗൺ വാല്യൂ അല്ലേ. അപ്പോൾ എന്ത് വരും? യെസ്, H ക്രോസ് K സൈ എന്നുള്ള രീതിയിൽ നമുക്ക് ആൻസർ കിട്ടും. സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? യെസ്. നെക്സ്റ്റ് വൺ,
which of the following is not an eigenfunction of the derivative d by dx. അപ്പോൾ നോക്കിക്കോളെ, ഇവിടെ നമ്മൾ ഓപ്പറേറ്റർ എ സൈ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരണം, ഒരു കോൺസ്റ്റന്റ് വരണം, സൈ നമുക്ക് തിരിച്ച് കിട്ടണം. ഓക്കെ, അപ്പോൾ ഈ ഇ റേസ് ടു എക്സിനൊക്കെ നമ്മൾ ഡെറിവേറ്റീവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എന്താണ് ഈ ഓപ്പറേറ്റർ എന്താണ്, ഡി ബൈ ഡി എക്സ് ആണ്. അപ്പോൾ നോക്കിക്കോളെ, ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, ഇ റേസ് ടു എക്സ് തന്നെയാണ് അല്ലേ. ഇതാണ് നമ്മുടെ ഓപ്പറേറ്റർ, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഫംഗ്ഷൻ തിരിച്ച് കിട്ടിയിരിക്കുന്നു. യെസ്, കോൺസ്റ്റന്റ് എന്താണ്, 1 ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, യെസ് ഒരു ഐഗൺ ഫംഗ്ഷൻ ആണ്. ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നത് ഒരു ഐഗൺ ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാം. അതേസമയം എക്സ് സ്ക്വയർ ഒന്ന് ചെയ്ത് നോക്കിയാലോ, നോക്കിയേ, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 2x ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഓപ്പറേറ്റർ, ശ്രദ്ധിക്കണേ, ഇത് നമ്മുടെ ഓപ്പറേറ്റർ എ ഹാറ്റ്. നമ്മുടെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൈ എന്താണ്, എക്സ് സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. നമുക്ക് എക്സ് സ്ക്വയർ തിരിച്ച് കിട്ടുന്നുണ്ടോ, ഇല്ല. അങ്ങനെ തിരിച്ച് കിട്ടുന്നില്ലെങ്കിൽ ഇതെന്തല്ല, യെസ് ഇറ്റ് ഈസ് നോട്ട് ആൻ ഐഗൺ ഫംഗ്ഷൻ ഓഫ് ദി ഓപ്പറേറ്റർ ഡി ബൈ ഡി എക്സ്. ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മുടെ ഒരു ഓപ്പറേറ്റർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, ഈ എക്സ് സ്ക്വയറിന് എന്ത് ചെയ്യണം, നമുക്ക് തിരിച്ച് കിട്ടണം. തിരിച്ച് കിട്ടുന്നില്ലെങ്കിൽ അതെന്തല്ല, യെസ് നോട്ട് ആൻ ഐഗൺ ഫംഗ്ഷൻ ഓഫ് ദി ഓപ്പറേറ്റർ വോട്ട് ഡി ബൈ ഡി എക്സ്. അപ്പോൾ ഏതായിരിക്കും ഇവിടെ, ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ, ഏതൊരു ഒബ്സർവബിളിനും ക്വാണ്ടം മെക്കാനിക്സിൽ അസോസിയേറ്റ് ചെയ്യുന്നത് എന്താണ്? യെസ്, ഈസി ആയിട്ടുള്ള കാര്യം അല്ലേ. ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മൾ പൊസിഷൻ പറയുകയാണെങ്കിൽ XYZ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും, ഒരു ഓപ്പറേറ്റർ ഉണ്ടാകും, എക്സ് ഹാറ്റ്, വൈ ഹാറ്റ്, സെഡ് ഹാറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. മൊമെൻറ്റം പറയുകയാണെങ്കിൽ മൊമെൻറ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെൻറ്റം ഓപ്പറേറ്റർ നമ്മൾ നേരത്തെ കണ്ടു അല്ലേ, -IH ക്രോസ് ഡെൽ ബൈ ഡെൽ എക്സ്. കൈനറ്റിക് എനർജി ആണെങ്കിൽ എന്തായിരിക്കും, ടി ഹാറ്റ്, പൊട്ടൻഷ്യൽ എനർജി. ടോട്ടൽ എനർജി ആണെങ്കിൽ ആരാണ്, യെസ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഏതൊരു ഒബ്സർവബിളിനും എന്തുണ്ടാവും, കറസ്പോണ്ടിങ് ആയിട്ട് യെസ് നമുക്കൊരു ഓപ്പറേറ്റർ ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക. ഓപ്ഷൻ എ. നെക്സ്റ്റ് വൺ, ഓക്കെ, ഒരു ശുദ്ധമായ ക്വാണ്ടം നമ്പർ അല്ലേ എന്ന് പറഞ്ഞാൽ മക്കളെ ആക്സെപ്റ്റബിൾ അല്ലെങ്കിൽ വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷൻസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, മലയാളം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. എന്തായിരിക്കും, ഇത്രയും പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം. വെൽ ബിഹേവ്ഡ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻസ് ആണെങ്കിൽ അത് ഫൈനൈറ്റ് ആയിരിക്കണം, സിംഗിൾ വാല്യൂഡ് ആയിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം, ക്വാഡ്രാറ്റിക്കലി ഇൻറ്റഗ്രബിൾ ആയിരിക്കണം, ആൻഡ് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവും എന്തായിരിക്കണം, സിംഗിൾ വാല്യൂഡ് ആയിരിക്കണം. അപ്പോൾ ഈ കാര്യം ബേസിക് ആയിട്ടുള്ള പോസ്റ്റ്ലേറ്റ്സ് ആണ് അല്ലേ. ക്വാണ്ടം മെക്കാനിക്സിന്റെ പോസ്റ്റ്ലേറ്റ്സ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, ഒരു 6ഓളം പോസ്റ്റ്ലേറ്റ് അല്ലേ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്, സിംഗിൾ വാല്യൂഡ് ആൻഡ് കണ്ടിന്യൂസ് ആയിരിക്കണം എന്നുള്ളതാണ്. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും, പക്ഷേ കാര്യങ്ങൾ പോസ്റ്റ്ലേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. യെസ്, അടുത്തത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഈസ് ഗിവൺ ബൈ, നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് അല്ലേ. സൈ എന്ന് പറയുന്ന ആളുടെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ്, ഇവർക്ക് യാതൊരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസും ഇല്ല എന്നുള്ളതാണ് അല്ലേ. നോ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് അറ്റ് ഓൾ. പക്ഷേ ആർക്ക് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്, യെസ് നമ്മുടെ സൈ സ്ക്വയറിന് എന്തുണ്ട്, യെസ് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്താണ് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്, യെസ് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ അല്ലേ. ഇലക്ട്രോണിൻ്റെ കേസൊക്കെ പറയുകയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് എ പാർട്ടിക്കിൾ, ഇലക്ട്രോൺ അല്ലെങ്കിൽ ഫൈൻഡിങ് എ പാർട്ടിക്കിൾ. ഇതാണ് നമ്മുടെ സൈ സ്ക്വയറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ. യെസ്, സൈ സ്ക്വയർ, പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്നൊക്കെ നമ്മൾ വിളിക്കും. ഇങ്ങനെയും ചോദിക്കാം, സൈൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ്, ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസും ഇല്ല. പക്ഷെ ഇതിന് റിലേറ്റഡ് ആയിട്ട് സൈ സ്ക്വയറിന് എന്തുണ്ട്, യെസ് പ്രോബബിലിറ്റി ഡെൻസിറ്റി. ഇതാണ് നമ്മുടെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്, സൈ സ്ക്വയർ. നെക്സ്റ്റ് വൺ, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ ടൈം ഡിപ്പെൻഡൻറ്റ് ഫോം. നമ്മൾ ടൈം ഇൻഡിപെൻഡൻറ്റ് ഫോം നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ടൈം ഡിപ്പെൻഡൻറ്റ് സോൾവ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്തായിരിക്കും, ഇതാണ് നമ്മുടെ HSI ഇസ് ഈക്വൽ ടു IH ക്രോസ് ഡെൽ സൈ ബൈ ഡെൽ ടി. ഓക്കെ, ഇതാണ് നമ്മുടെ ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചേക്കാം, HSI ഇസ് ഈക്വൽ ടു, ഇവിടെ നിങ്ങൾക്കൊരു ടൈമിൻ്റെ ടേം കാണാൻ പറ്റും. ഓക്കെ, യെസ് ദാറ്റ് ഈസ് വൈ ഇറ്റ് ഇസ് കോൾഡ് ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. നെക്സ്റ്റ് വൺ ചോദിച്ചിരിക്കുന്നത്, ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷത്തിൽ സംബന്ധിച്ച് ഡെറിവേറ്റീവ് ഏത് തരം ആണെന്ന് കരുതപ്പെടുന്നു. ആരുടെ റിലേറ്റഡ് ആയിട്ട്, ടൈമിന് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ നമ്മുടെ HSI ഇസ് ഈക്വൽ ടു IH ക്രോസ് ഡെൽ സൈ ബൈ ഡെൽ ടി ആണല്ലോ. ഓക്കെ, അപ്പോൾ ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ട്
ഇത് എന്ത് ഡെറിവേറ്റീവ് ആയിരിക്കും? യെസ്, ദിസ് ഇസ് എ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. ഓക്കെ, ഓപ്ഷൻ സി ആയിരിക്കും, 13C. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഐഗൻ ഫംഗ്ഷൻസിനെ പറ്റിയും ഐഗൻ വാല്യൂസിനെ പറ്റിയിട്ടും നമുക്ക് നോക്കാനുള്ളത്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷണൽ ബോക്സ്. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നോക്കാം നമുക്ക്. ഒരു പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷണൽ ബോക്സിൽ പൊട്ടൻഷ്യൽ എനർജി ഇൻസൈഡ് ദ ബോക്സ് എത്രയാണ്? യൂട്യൂബിൽ നിങ്ങൾക്കൊരു ലെക്ചർ കാണാൻ പറ്റും. ഓക്കെ, അതൊന്ന് കണ്ടു നോക്കുക. ഞാൻ ലിങ്ക് മുകളിൽ കൊടുത്തേക്കാം. ഇതാ, പൊട്ടൻഷ്യൽ എനർജി ഇൻസൈഡ് ദ ബോക്സ് എന്തായിരിക്കും? ഇവിടെ 0 ആയിരിക്കും. പുറത്ത് എന്തായിരിക്കും? ഇൻഫനൈറ്റ് ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ മാർക്ക് പോയി അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ, ബോക്സിന്റെ മതിലുകൾ. പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷണൽ ബോക്സ് ആണ്. ഓക്കെ, ഇൻഫനൈറ്റ് പൊട്ടൻഷ്യൽ എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് മക്കളെ? ഇതിന്റെ ബൗണ്ടറി ഇതാ ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. വിച്ച് മീൻസ് ഈ പാർട്ടിക്കിൾ, ഇവിടെയുള്ള പാർട്ടിക്കിൾ എന്താണ്? ഈസ് കൺഫൈൻഡ് ഇൻ ദ ബോക്സ് ഇറ്റ് സെൽഫ്. ഇതിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. യെസ്, പാർട്ടിക്കിൾ കനോട്ട് എക്സിസ്റ്റ് ഔട്ട്സൈഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, പൊട്ടൻഷ്യലി 0 എവ്രിവെയർ ആണോ? അല്ല, ഇൻസൈഡ് ദ ബോക്സ് 0 ആണ്. ഔട്ട്സൈഡ് എന്തായിരിക്കും? യെസ്, ഇൻഫനൈറ്റ് ആയിരിക്കും. സിസ്റ്റം അൺസ്റ്റേബിൾ അല്ല, ഇലക്ട്രോൺ കൻ ഇതുമല്ല. ഓക്കെ, അതായത് പാർട്ടിക്കിൾ കനോട്ട് എക്സിസ്റ്റ് ഔട്ട്സൈഡ്, അതായത് യെസ്, പാർട്ടിക്കിൾ എവിടെയായിരിക്കും? ഇൻസൈഡ് ദി ബോക്സ് ആയിരിക്കും. അതായത് നമ്മുടെ ബൗണ്ടറിയുടെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? ഇൻഫനൈറ്റ് പൊട്ടൻഷ്യൽ ആയിരിക്കും. അതുകൊണ്ട് പാർട്ടിക്കിൾ കനോട്ട് എക്സിസ്റ്റ് ഔട്ട്സൈഡ്. ഓക്കെ, ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ, പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് എനർജിയുമായിട്ട് റിലേഷൻ ഉണ്ടാകും, ചോദിക്കും. ഓക്കെ, എങ്ങനെയാണ്? ഈസ് ഈക്വൽ ടു En(n²h²/8ml²) എന്നുള്ള രീതിയിൽ ഡയറക്റ്റ് ആയിട്ട് ചോദ്യം ചോദിക്കും. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? യെസ്, എനർജി ലെവലുമായിട്ടാണ്. എങ്ങനെയാണ്? n²മായിട്ടാണ്. അത്ര കാര്യമേ ഉള്ളൂ. ഓക്കെ, ഓപ്ഷൻ ബി ആയിരിക്കും. എനർജി ലെവൽ n²h²/8ml². നെക്സ്റ്റ് വൺ, ബോക്സ് പാർട്ടിക്കിളിൻ്റെ വൺ ഡയമെൻഷണൽ ബോക്സ് പാർട്ടിക്കിളിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി എപ്പോൾ ലഭിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം En ഇസ് ഈക്വൽ ടു എന്താണ്? നമ്മുടെ ഇക്വേഷൻ ഒരു പ്രാവശ്യം കൂടെ എഴുതാം. n²h²/8ml² അല്ലേ? യെസ്, ഇവിടെ എന്നിൻ്റെ വാല്യൂ ആണ് നമുക്ക് അറിയേണ്ടത്. എന്നിൻ്റെ വാല്യൂ 0 ആണോ, എന്നിൻ്റെ വാല്യൂ 1 ആണോ എന്നുള്ള ഒരു ഡൗട്ടേ ഉള്ളൂ അല്ലേ? യെസ്, ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് മക്കളെ. n is equal to 0 ഒരിക്കലും വരത്തില്ല. n is equal to എന്തായിരിക്കും? 1 ആയിരിക്കും നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് അക്സെപ്റ്റബിൾ വാല്യൂ. n is equal to 1. ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ, psi x is equal to √2/L, സ്ക്വയർ റൂട്ട് ഓഫ് √2/L, sin n pi x by L is the solution of എന്താണ്? പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷണൽ ബോക്സ് ആണ്. നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് കണ്ടുപിടിച്ച കാര്യമാണ്. ഓക്കെ, ആൻഡ് ഇതാണ് നമ്മുടെ ഇക്വേഷൻ, √2/L. ഓക്കെ, sin n pi x by L എന്ന് പറയുന്ന കാര്യം പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷണൽ ബോക്സ്. സിമ്പിളായിട്ട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, ബോക്സിലെ പാർട്ടിക്കിൾ വേവ് ഫംഗ്ഷൻ psi x സാറ്റിസ്ഫൈ വിച്ച് ബൗണ്ടറി കണ്ടീഷൻ? അപ്പോൾ പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷണൽ ബോക്സ് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയണം. ഇവിടെ എന്താണ്? നമ്മുടെ 0L നമ്മൾ നേരത്തെ കാണിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് അല്ലേ? നോക്കിയേ, 0L ഇവിടെ സൈൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സൈൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതെങ്ങനെ സോൾവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സൈൻ്റെ വാല്യൂ അറ്റ് ബൗണ്ടറി കണ്ടീഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. ബൗണ്ടറി കണ്ടീഷനിൽ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? x is equal to 0 ആൻഡ് x is equal to L. ഈ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആയിരിക്കും. നെക്സ്റ്റ് വൺ, 20, ബോക്സിലെ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ n is equal to 2 ആൻഡ് n is equal to 1 എങ്ങനെയായിരിക്കും? നമ്മുടെ എനർജി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്തായിരുന്നു? n²h²/8ml². അപ്പോൾ 2 ആണെങ്കിൽ എന്തായിരിക്കും വാല്യൂ വരുന്നത്? പറഞ്ഞോ. 4h²/8ml². ഓക്കെ, ദിസ് ഇസ് 2. ഈ 1 ആണെങ്കിലോ? which is equal to h²/8ml². ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. എന്ത് കിട്ടും? 3h²/8ml² എന്ന് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓപ്ഷൻ ഡി. നെക്സ്റ്റ് വൺ, വൺ ഡയമെൻഷണൽ ബോക്സിൽ psi2x psi1xനെ അപേക്ഷിച്ച് എത്ര നോഡ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നോഡ് കണ്ടുപിടിക്കാൻ ഒന്നുമില്ല മക്കളെ. നോഡ് ഇസ് ഈക്വൽ ടു n-1 ആണ്. ഓക്കെ, അപ്പോൾ psi2ൻ്റെ കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. n is equal to 2 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായിരിക്കും? n-1 ആണ്. 2 - 1 എന്ത് വരും? യെസ്, നമുക്ക് 1 നോഡ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, യെസ്, ദിസ് ഈസ് ദി 1. ഓക്കെ, n-1. Question number 22,
ബോക്സിൻ്റെ ലെങ്ത് വർദ്ധിപ്പിച്ചാൽ ഉണ്ടാകുന്ന ഫലം എന്താണ്? അപ്പോൾ എനർജി ആയിരിക്കും അല്ലേ? ബോക്സിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇ എൻ ഇസ് ഈക്വൽ ടു വോട്ട് എൻ സ്ക്വയർ എച്ച് സ്ക്വയർ ബൈ 8 ml². ലെങ്ത് നിങ്ങൾ വർദ്ധിപ്പിച്ചോളൂ, അപ്പോൾ എനർജി എന്താവും? സ്വാഭാവികമായിട്ടും കുറയും അല്ലേ? എനർജി ലെവൽ തമ്മിലുള്ള വ്യത്യാസം എന്താവും? കുറയും. ഓപ്ഷൻ ബി. അപ്പോൾ ഈ ഒരു ഇക്വേഷനും ഈ ഒരു കാര്യങ്ങളും നോക്കിയിട്ട് എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് വളരെ ഡിഫറെൻറ്റ് ടൈപ്പിൽ നിങ്ങളോട് ചോദിക്കും. ആ കാര്യങ്ങളൊക്കെ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ സിമ്പിളാണ്. ഓൾറൈറ്റ്, നെക്സ്റ്റ് വൺ നോർമലൈസേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. നോക്കാം. ഷ്രോഡിഞ്ചർ ഇക്വേഷന് വിധേയമായ എല്ലാ വേവ് ഫംഗ്ഷനും സാധിക്കേണ്ട പ്രധാനമായ ഒരു നിബന്ധന എന്താണ്? യെസ്, നോർമലൈസബിലിറ്റിയാണ്. നോർമലൈസേഷൻ എങ്ങനെയാണ്? യെസ്, നമ്മൾ എൻറ്റയർ റേഞ്ച് ഓഫ് യൂണിവേഴ്സിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ് സൈ സ്റ്റാർ സൈ ഡീറ്റോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? യെസ്, 1 എന്ന് കിട്ടിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ യെസ്, പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് പാർട്ടിക്കിൾ അല്ലേ? പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് പാർട്ടിക്കിൾ 1 ആയിരിക്കണം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോർമലൈസേഷൻ എന്ന് പറയുന്നത്. യെസ്. നെക്സ്റ്റ് വൺ, ഒരു വേവ് ഫംഗ്ഷൻ സൈ എക്സ് നോർമലൈസ്ഡ് ആകാൻ വേണ്ട കണ്ടീഷൻ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ എഴുതിയിരുന്നു സൈ സ്റ്റാർ സൈ ഡി ടൗ അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? യെസ്, എക്സിൻ്റെ ടേംസിലാകുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ സൈ എക്സ് സ്ക്വയർ അല്ലേ? ഡി എക്സ് എന്തായിരിക്കണം? യെസ്, 1 ആയിരിക്കണം ഓവർ ദി എൻറ്റയർ റേഞ്ച്. ഓക്കെ, എവിടെയാണോ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ എന്തായിരിക്കും? ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ, ഒരു വേവ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. സൈ എക്സ് ഇസ് ഈക്വൽ ടു യെസ് എ ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, ഇത് നോർമലൈസ് ചെയ്യാൻ ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ടത് എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഇവിടെ എക്സ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? നമ്മുടെ വേവ് ഫംഗ്ഷൻ എ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ എക്സ് എവിടം വരെയാടാ? എക്സിൻ്റെ വാല്യൂ എവിടെ നിന്ന് എവിടം വരെയായിരിക്കും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി അല്ലേ മക്കളെ? അല്ലേ? നമ്മൾ പറഞ്ഞു സൈ സ്റ്റാർ സൈ ഡി എക്സ് അല്ലെങ്കിൽ ഡി ടോ വോളിയം അല്ലേ? ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഇവരുടെ റേഞ്ചാണ്. അപ്പോൾ റേഞ്ച് എന്താണ്? എക്സിൻ്റെ റേഞ്ച് എന്താ? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. ഓക്കെ, ഇനി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ കാണിച്ചു തരാം. അതായത് സൈ എക്സ് ഇവിടെ നോക്കിക്കോളെ, സൈ എക്സ് ഇസ് ഈക്വൽ ടു എ റേസ് ടു മൈനസ് എ എക്സ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്? എക്സിൻ്റെ വാല്യൂ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇവിടം വരെയാണ്? 0ന് മുകളിലോട്ടാണ്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്താണ്? 0 ടു ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ലിമിറ്റ് എന്തായിരിക്കും? യെസ്, 0 ടു ഇൻഫിനിറ്റി ആണ്, അല്ലാതെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി അല്ല. ഇവിടെ വെറുതെ എക്സ് എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. പക്ഷേ ഇവിടെ റേഞ്ച് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രേഷൻ ലിമിറ്റ് 0 ടു ഇൻഫിനിറ്റി ആയിരിക്കും. സൈ സ്റ്റാർ ഡി എക്സ് ചെയ്താൽ മതി. എന്ത് കിട്ടും? യെസ്, 1 എന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആയിരിക്കും. ഓൾറൈറ്റ്, 27. ഇഫ് സൈ എക്സ് ഇസ് നോട്ട് നോർമലൈസ്ഡ് ഹൗ ക്യാൻ വി നോർമലൈസ് ഇറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പാർട്ടിക്കിൾ ഇൻ 1 ഡയമെൻഷണൽ ബോക്സ് ഒക്കെ സൈ എക്സ്, ഓക്കെ, സൈ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എൻ പൈ എക്സ് ബൈ എൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ച്വലി ഈ വേവ് ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ വേവ് ഫംഗ്ഷൻ ഒക്കെ എന്തായിരിക്കണം? നോർമലൈസബിൾ ആയിരിക്കണം. പക്ഷേ ഈ വേവ് ഫംഗ്ഷൻ നമുക്ക് അറിയത്തില്ല വെദർ ഇറ്റ് ഈസ്, നമുക്കറിയത്തില്ല അല്ലേ, വെദർ ഇറ്റ് ഈസ് നോർമലൈസ്ഡ് ആണോ അല്ലയോ എന്നുള്ളത്, ഓർ നോട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ സൈ എക്സിന് എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, വിച്ച് ഇസ് എ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, സൈൻ എൻ പൈ എക്സ് ബൈ എൽ. ഓക്കെ, ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ദിസ് ഇസ് ദി കോൺസ്റ്റൻറ്റ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? യെസ്, നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. എവിടെ നിന്ന് എവിടം വരെ? സൈ ടു സൈ സ്റ്റാർ. നമ്മൾ പാർട്ടിക്കിൾ ഇൻ ബോക്സ് ആണെങ്കിൽ 0 ടു എൽ ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇൻ്റഗ്രേറ്റ് ചെയ്യും. എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? യെസ്, ഇത് സോൾവ് ചെയ്തിട്ട് ഇസ് ഈക്വൽ ടു 1, കാരണം നോർമലൈസ്ഡ് ആയി. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇത് നോർമലൈസ്ഡ് ആണോ അല്ലയോ എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് നമ്മുടെ നോർമലൈസബിലിറ്റി നമ്മൾ പറഞ്ഞു സൈ ഇൻറ്റു സൈ സ്റ്റാർ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടണം. എന്നിട്ട് നമ്മൾ യെസ് ഈ എയുടെ വാല്യൂ കണ്ടുപിടിക്കും. അങ്ങനെ കണ്ടുപിടിച്ചതാണ് മക്കളെ നമ്മുടെ √2/L. ഓർമ്മയുണ്ടോ? നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പാർട്ടിക്കിൾ ഇൻ 1 ഡയമെൻഷണൽ ബോക്സ്. അങ്ങനെയാണ് നമുക്ക് √2/L എന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ്. നോർമലൈസ്ഡ് അല്ലെങ്കിൽ നമ്മൾ നോർമലൈസ് ചെയ്യാൻ ഒറ്റ കാര്യമേ ചെയ്യുന്നുള്ളൂ. നമ്മൾ എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? യെസ് ഇസ് ഈക്വൽ ടു 1 എന്ന് ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയുടെ വാല്യൂ നമുക്ക് കിട്ടും.
ഓൾറൈറ്റ്, ഇതും നമ്മൾ ലെക്ചറിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓൾറൈറ്റ്, ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് ആപ്ലിക്കേഷൻ ഓഫ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷനും അതേപോലെ തന്നെ കാർട്ടീഷ്യൻ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ഒക്കെയാണ്. അപ്പോൾ നോക്കിക്കോളൂ, ഹൈഡ്രജൻ ആറ്റം ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റിൽ സോൾവ് ചെയ്യുന്നില്ല. ഇതിന് ഉപയോഗിക്കുന്നത് ഏത് സിസ്റ്റമാണ്? ഇവിടെ ഉപയോഗിക്കുന്നത് സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റമാണ് മക്കളെ. ഓക്കെ, എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഫെറിക്കലി സിമ്മട്രിക് ആയിട്ടുള്ള ആറ്റമാണ്. സ്ഫെറിക്കലി സിമ്മട്രിക് ആണ്. അതുകൊണ്ട് തന്നെ യെസ്, നമ്മൾ എന്ത് ചെയ്യും? സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. സൈ, ആർ, തീറ്റ, ഫൈ എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നൗ 29, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന എനർജി ഐഗൺ വാല്യൂസ് എന്തിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? അപ്പോൾ മക്കളെ, എനർജിയുടെ ഇക്വേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഇസ് ഈക്വൽ ടു -13.6 ബൈ Z²n² ഇലക്ട്രോൺ വോൾട്ട് അല്ലേ? അപ്പോൾ ആരെയാ? ഇതാ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെയാണ് ചോദിക്കുന്നത് അല്ലേ? അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതായിരിക്കും? യെസ്, നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ ആയിരിക്കും. ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ റേഡിയൽ വേവ് ഫംഗ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ. അപ്പോൾ നമുക്കറിയാം ഹൈഡ്രജൻ്റെ ടോട്ടൽ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? റേഡിയൽ വേവ് ഫംഗ്ഷനും ഉണ്ടാകും മക്കളെ, അതേപോലെ യെസ് ആംഗുലാർ വേവ് ഫംഗ്ഷനും ഉണ്ടാകും അല്ലേ? ഏതൊക്കെയായിരിക്കും? റേഡിയൽ വേവ് ഫംഗ്ഷൻ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? ആർ ഓഫ് ആർ എന്നൊക്കെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും അല്ലേ? ഇൻടു ആംഗുലാർ വേവ് ഫംഗ്ഷൻ എന്തായിരുന്നു? വൈ തീറ്റ ഫൈ എന്നൊക്കെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും അല്ലേ? അപ്പോൾ ഈ ആർ ഓഫ് ആർ ഡിപ്പെൻഡ്സ് ഓൺ എന്തിനെയാണ്? യെസ്, ഡിസ്റ്റൻസിനെയാണല്ലോ. ആറാണ് അല്ലേ? യെസ്, നമ്മുടെ യെസ് ആറാണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ന്യൂക്ലിയസ് അല്ലേ? ആ ഡിസ്റ്റൻസ്, ഇതിനെയാണ് ആര് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? റേഡിയൽ വേവ് ഫംഗ്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതേസമയം ആംഗുലാർ വേവ് ഫംഗ്ഷൻ ആണെങ്കിലോ, യെസ് ആംഗുലാർ വേവ് ഫംഗ്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ഷേപ്പ് ഓഫ് ഓർബിറ്റൽസിനെയാണ് അല്ലേ? ഷേപ്പ് ഓഫ് ഓർബിറ്റൽസ്. ആൻഡ് ഇവിടെ നിന്ന് നിങ്ങളോട് ഒരു കാര്യം കൂടെ ചോദിക്കും, ഇവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടം നമ്പേഴ്സ് ഏതൊക്കെയാണ്? ആംഗുലാർ വേവ് ഫംഗ്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടം നമ്പേഴ്സ് എൽ, എം, എൽ ഒക്കെയാണ് അല്ലേ? റേഡിയൽ ആണെങ്കിലോ യെസ് എൻ, എൽ ഒക്കെ ആയിരിക്കും. നെക്സ്റ്റ് വൺ നോക്കിക്കോളൂ, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സൊല്യൂഷൻ ഗിവ്സ് ഓർബിറ്റൽസ് ലൈക്ക് SPD. ഇതെന്തിൻ്റെ ഫലമാണ്? യെസ് ആംഗുലാർ വേവ് ഫംഗ്ഷൻ സോൾവ് ചെയ്താലാണ് മക്കളെ നമുക്ക് എന്ത് കിട്ടുന്നത്? യെസ് ആംഗുലാർ വേവ് ഫംഗ്ഷൻ. ഓക്കെ, ഇവിടെ സോൾവ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമുക്ക് ഓർബിറ്റൽസിൻ്റെ ഷേപ്പും ഓർബിറ്റൽസിൻ്റെ ഷേപ്പൊക്കെ തരുന്നത് ആരാണ്? ആംഗുലാർ വേവ് ഫംഗ്ഷൻ ആണ്. റേഡിയൽ വേവ് ഫംഗ്ഷൻ എന്താണ്? യെസ് ഡിസ്റ്റൻസ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺ, ഡിസ്റ്റൻസ് ഫ്രം ന്യൂക്ലിയസ്. ഓക്കെ, 32, ആംഗുലാർ പാർട്ട് ഓഫ് വേവ് ഫംഗ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ക്വാണ്ടം നമ്പേഴ്സ് ആണ്. സിമ്പിളായിട്ട് ചോദിക്കും. അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആൻഡ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എൽ, എം, എൽ. ഓക്കെ, യെസ്. 33, ഹൈഡ്രജൻ ലൈക്ക് അയോൺസിൽ എനർജി ലെവൽ ആകാനിടയുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? എനർജി ഈസ് ഈക്വൽ ടു -13.6 Z²/n² ആണ്. അപ്പോൾ എന്തായിരിക്കും? സിമ്പിൾ ആയിട്ടുള്ള Z²/n². ഇനി കാർട്ടീഷ്യൻ പോളാർ കോർഡിനേറ്റിൽ ഇതാ അസിമുത്തൽ ആംഗിൾ ഫൈ എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? നോക്കിയേ, ഇതാ ഫൈ, തീറ്റ ഫൈ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഫൈ നോക്കിയേ, യെസ് ഇതൊരു XY പ്ലെയിൻ ആണ് അല്ലേ? ദിസ് ഇസ് ആക്ച്വലി XY പ്ലെയിൻ. എവിടെ നിന്നാണ് ആംഗിൾ മേക്ക് ചെയ്യുന്നത്? എക്സിൽ നിന്നാണ് അല്ലേ? അപ്പോൾ എന്തായിരിക്കും? ആംഗിൾ ഇൻ XY പ്ലെയിൻ ഫ്രം X ആക്സസ്, ഫൈ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതേപോലെ തീറ്റ ചോദിക്കാം, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് ഫൈനലി ക്വാണ്ടം നമ്പർ ML ഡിറ്റർമൈൻസ് വോട്ട്? യെസ് ഓറിയൻറ്റേഷൻ ഓഫ് ഓർബിറ്റൽസ് ആണ് അല്ലേ? നമ്മൾ PX, PY, PZ എന്നൊക്കെ എഴുതും അല്ലേ? ML എന്ന് പറയുന്നത് എന്താണ്? PZൻ്റെ വാല്യൂ 0 ആണ്. ബാക്കിയുള്ളത് എന്താണ്? PX, PY എന്താണ്? PX, PY എന്നുള്ളത് +or-1 എന്നൊക്കെ നമ്മൾ എഴുതും. ഓക്കെ, PX +1 ആണെങ്കിൽ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റത്തില്ല. +1 ആണെങ്കിൽ PY എന്തായിരിക്കും? -1. ഇനി PY +1 ആണെങ്കിൽ PX എന്തായിരിക്കും? -1 ആയിരിക്കും. പക്ഷേ PZൻ്റെ ML വാല്യൂ എന്താണ്? 0 ആയിരിക്കും. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് സംസാരിക്കാനുള്ളത്. 35ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഓൾ ടോപ്പിക്ക് കവർ ചെയ്തുകൊണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക മക്കളെ. ഇനിയും കുറച്ച് സെഷൻസ് ഞാൻ ചെയ്യാം. എന്തായാലും നിങ്ങൾക്ക് ഇനി ഏത് സെഷനാണോ വേണ്ടത് അതൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. അതിനനുസരിച്ചിട്ട് ഞാൻ വീഡിയോ പ്രിപ്പയർ ചെയ്ത് തരാം. ഓൾ ദ ബെസ്റ്റ് ഗൈസ്.